സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലുണ്ടായ ഒരു പരീക്ഷണമുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞുണ്ടാകുന്ന സന്താനങ്ങളിൽ ആന്തരികളൊക്കെ ഉടനെ അങ്ങ് വഫാത്താകാറാണ് പതിവുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം അറിയപ്പെട്ടിടത്തോളം 3 ആൺകുട്ടികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതാ പെൺമക്കളൊക്കെ പലപ്പോഴും പ്രായം തികഞ്ഞും കുറെ കാലം ജീവിച്ചപ്പോഴും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളൊക്കെ ചെറുപ്രായത്തിലെ ശൈശവ പ്രായത്തിലെ വഫാത്താവുകയായിരുന്നു. അത് ആ നാട്ടിലെ ശത്രുക്കൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ നോക്കി. കണ്ടോ, മുഹമ്മദിന് ഭാവിയില്ല, മുഹമ്മദിന്റെ പ്രസ്ഥാനം, മുഹമ്മദ് പ്രചരിപ്പിക്കുന്ന ആദർശം മുഹമ്മദിന്റെ മരണത്തോടെ കൂമ്പടഞ്ഞ് നശിക്കാൻ പോവുകയാണ്, അവൻ വാലറ്റവനാണ്, അവന് ഭാവിയില്ല, അവന്റെ കാര്യം ഏറ്റെടുക്കാൻ അവന് ആൺമക്കളില്ലല്ലോ എന്നും പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വേദനിപ്പിക്കാനും അവിടുത്തെ കളങ്കപ്പെടുത്താനും നോക്കിയ നേരത്തും മറുപടി റബ്ബുൽ ആലമീന പറയുന്നത്, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബിയേ, അങ്ങേക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ തന്നില്ലയോ? അതുകൊണ്ട് നാഥന് വേണ്ടി, താങ്കളുടെ റബ്ബിന് വേണ്ടി നമസ്കരിക്കോ, അവന് വേണ്ടി ബലിയർപ്പണം നടത്തോ. ഇന്ന ശാനിഅക, നിശ്ചയമായും അങ്ങയെ ആക്ഷേപിക്കുന്നവൻ, അങ്ങയെ കുറ്റം പറയുന്നവർ, ഭാവിയില്ലാത്തയാളാണ് മുഹമ്മദ് എന്ന് ആൺകുട്ടികളില്ലാത്തതിന്റെ പേരിൽ അങ്ങയെ വിമർശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ കുറിച്ച് റബ്ബ് പറയുന്നു, അങ്ങയെ വിമർശിക്കുന്ന, അങ്ങയെ ആക്ഷേപിക്കുന്നവനാണ് ഹുവൽ അബ്തർ, അവനാണ് ഭാവിയില്ലാത്തവൻ, അവരാണ് ഭാവിയില്ലാത്തവർ. അന്ന് വലിയ ആൺമക്കളൊക്കെ ഉണ്ടായില്ലേ? അബൂജഹലിന് മക്കളുണ്ടായിരുന്നില്ലേ? ഉത്ബത്തുമാരുണ്ടായില്ലേ? ശൈബത്തുമാരുണ്ടായില്ലേ? പക്ഷേ ലോകത്തിന് അബൂജഹലിന്റെ സ്ഥാനം എന്താണ്? ഉത്ബയുടെ സ്ഥാനം എന്താണ്? അബൂലഹബിന്റെ സ്ഥാനം എന്താണ്? ശൈബയുടെ സ്ഥാനം എന്താണ്? അതേ അവസരത്തിൽ ഒരാൺകുട്ടിയും ജീവിക്കാതിരുന്നിട്ടും ഹബീബായ അഷ്റഫുൽ ഖൽഖ് തഹാ റസൂലുള്ളാഹി ലോകത്തിന്റെ മുഴുവൻ മനസ്സുകളിൽ ഇന്നും ആദരവോടുകൂടി ഓർമ്മിക്കുകയാണ്. ആൺമക്കൾ ഉണ്ടായിട്ടില്ലെങ്കിലും, ആൺമക്കൾ ജീവനോടെ വന്നില്ലെങ്കിലും നേതാവിന്റെ പ്രശസ്തിക്ക് കുറവില്ലല്ലോ, നേതാവിന്റെ പവറിന് കുറവില്ലല്ലോ, നേതാവിന്റെ പ്രസിദ്ധിക്കൊരു കുറവുമില്ലല്ലോ. ലോകത്തുള്ള മുഴുവൻ മിനാരങ്ങളിലൂടെ 5 നേരം ബാങ്കുലി കേൾക്കുമ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ സുന്ദരമായ ഷഹാദത്തിന്റെ വാക്യം അങ്ങ് പറഞ്ഞ ഉടനെ കേൾക്കുന്ന വാക്യം എന്താണ്? അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് പറയാത്തൊരു ലോകത്തിന്റെ മുക്കുമൂലയുണ്ടോ? ഒരു പ്രദേശത്ത് നിന്ന് ബാങ്ക് കേൾക്കുമ്പോ ആ പേര് പറയാത്തൊരു ബാങ്കുണ്ടോ? ആ പേര് പറയപ്പെടാത്ത ഒരു ഇഖാമത്തുണ്ടോ? ആ പേര് പറയാത്ത ഒരു നമസ്കാരം ഒരു മുസ്ലിം നമസ്കരിക്കുന്ന ഘട്ടത്തിലുണ്ടോ? ആ പേര് പറയാത്ത ഒരു വെള്ളിയാഴ്ചയിലെ ഖുതുബയുണ്ടോ? ആ പേര് പറയാത്ത ഒരു പ്രഭാഷണത്തിന്റെ ആമുഖമുണ്ടോ? ആ പേര് പറയപ്പെടാത്ത ഇസ്ലാമിനെ സംബന്ധിച്ച് പറയപ്പെടുന്ന എഴുതപ്പെടുന്ന ലേഖനങ്ങളോ പേജുകളോ സ്റ്റേജുകളോ ഉണ്ടോ? ഇല്ലല്ലോ. ലോകം മുഴുവൻ ആ പേരിങ്ങനെ മുഴങ്ങുകയാണ്. അത് ലോകത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ അവസരങ്ങളിലും അത് മുഴങ്ങുകയല്ലേ? സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മൾ കേട്ട ആ ശബ്ദം പോലെ ലോകത്തിന്റെ മുക്കുമൂലകളിൽ മുഴുവൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാമം വളരെ ബഹുമാനപൂർവം തന്നെ ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ രൂപത്തിൽ വളരെ കൃത്യമായ നിലക്ക് ഏറ്റവും അത്യുന്നതമായ, ഏറ്റവും ഉദാത്തമായ രൂപത്തിലുള്ള ഒരു പ്രചരണം, ഒരു പേരും പ്രശസ്തിയുമൊക്കെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിലനിൽക്കുന്നത് അവിടുത്തെ കളങ്കമില്ലാത്ത
യാതൊരു നിലക്കുള്ള കറയും പുരളാത്ത ജീവിതമായിരുന്നു അവിടുത്തേത് എന്നതുകൊണ്ട് തന്നെയാണ്. അത് അള്ളാഹുവിൻ്റെ ഒരു വലിയ ഫضലാണ്, അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആശിച്ചവർക്കൊന്നും പ്രവാചകത്വ പദവി ലഭിച്ചിട്ടില്ലല്ലോ ചരിത്രത്തിൽ. ആര് നന്നാക്കണം, ആര് നബിയാകണം, ആര് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ നേതാവാകണം, അതാശിച്ചവർക്കൊന്നും കിട്ടുന്ന പദവിയല്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ ഉദ്ദേശിക്കുന്നവരെ തെരഞ്ഞെടുക്കുകയാണ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തെരഞ്ഞെടുത്തത് ഉന്നതമായ തറവാടായിരുന്നു. ഏറ്റവും ഉന്നതമായ തറവാട്ടുകാരനായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളത്. അതും നമുക്ക് പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകളിലല്ലേ വന്നത്. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളിൽ കിനാനത്തിനെ പ്രത്യേകമായി അല്ലാഹു തആല തെരഞ്ഞെടുത്തു. ആ കിനാനത്ത് ഗോത്രത്തിൽ നിന്നാണ് ഖുറൈശ് ഗോത്രത്തെ അല്ലാഹു തെരഞ്ഞെടുത്തത്. ആ ഖുറൈശികളിൽ നിന്നാണ് ബനൂ ഹാഷിമിനെ തെരഞ്ഞെടുത്തത്. ആ ബനൂ ഹാഷിമിൽ നിന്നാണ് അതാ മഹാനായ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. ഉന്നതമായ രൂപത്തിൽ ലോകത്ത് അറിയപ്പെടാനുള്ള നേതാവ്, ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കയിൽ വളരെ മോശപ്പെട്ട ജനങ്ങളായിരുന്നു. അന്ധവിശ്വാസികളാണ്, അനാചാരമുള്ള ആളുകളാണ്, വിഗ്രഹത്തിന്റെ ആളുകളാണ്, അല്ലാഹുവല്ലാത്ത പലരോടും പ്രാർത്ഥിക്കുന്ന, പലതിനെയും പൂജിക്കുന്ന, പലർക്കും നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, പലരുടെയും മുമ്പിൽ വണക്കങ്ങൾ നടത്തുന്ന അത്രമാത്രം ദുഷിച്ചു പോയവര് ജനത, മദ്യമില്ലാതെ ജീവിക്കാനാവില്ലെന്ന് പറഞ്ഞവര് ജനത, വ്യഭിചാരമില്ലാതെ ജീവിതമില്ലെന്ന് പറഞ്ഞ ജനത, എല്ലാ ദിവസവും തന്റെ വാൾത്തലപ്പിലൂടെ അല്പമെങ്കിലും മറ്റൊരുത്തന്റെ രക്തം ഒലിപ്പിച്ചിട്ടില്ലെങ്കിൽ അതൊന്നും ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിന് യോജിച്ചതല്ല എന്ന് വലിയ യുദ്ധവീര്യത്തെ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന, കോലാഹലത്തിന്റെയും കലഹങ്ങളുടെയും ജനതയായിരുന്ന, ആ ഒരു എല്ലാം കൊണ്ടും മതപ്പതിച്ച് കിടന്നിരുന്ന ജനതയിൽ 40 കൊല്ലത്തോളം ഹബീബായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടും ആ നാട്ടിലുള്ള എന്തെങ്കിലും ഒരു വൃത്തികേട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് പകർന്നിട്ടില്ല. കുട്ടിയായിരിക്കുന്ന കാലത്തും യുവാവായിരിക്കുന്ന കാലഘട്ടത്തിലും ആ നാട്ടിൽ എല്ലാ നിലക്കും സ്വഭാവ ശുദ്ധിയാണ്, പ്രവർത്തന രംഗത്ത് ശുദ്ധിയാണ്. ഒരു തോന്നിവാസത്തിന്റെ വേദിയിലും നേതാവില്ല, ഒരു തോന്നിവാസത്തിന്റെ വേദിയിലേക്കും ഈ ചെറുപ്പക്കാരന്റെ സാന്നിധ്യമില്ല. അങ്ങനെ എല്ലാം കൊണ്ടും അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവൽ ചെറുപ്പകാലം മുതൽക്കേ കിട്ടിയിട്ടുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവിടുന്ന് ഓർത്തിട്ടുണ്ട്. പിൽക്കാലത്ത് അവിടുന്ന് തന്നെ സഹാബിമാരോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നീ ലഅരിഫു ഹജറൻ ബിമക്കത കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ നുബഅസ ഇന്നീ ലഅരിഫുല്ലാൻ ഇന്നീ ലഅരിഫു ഹജറൻ ബിമക്കത. സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നീ ലഅരിഫു ഹജറൻ, എനിക്കൊരു കല്ലിനെ അറിയാം സഹാബിമാരെ, എനിക്കൊരു കല്ലിനെ അറിയാം. ബിമക്കത്ത, മക്കയിലുള്ള ഒരു കല്ലിനെ എനിക്കറിയാം. എന്താണ് ആ കല്ല്? കാന യുസല്ലിമു അലയ്യ, എനിക്ക് സലാം പറയാറുണ്ടായിരുന്ന കല്ല്. ഖബ്ല അൻ നുബഅസ, ഞാൻ നബിയായി നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പേ എനിക്ക് സലാം ചൊല്ലിയിരുന്ന ഒരു കല്ലിനെ എനിക്ക് പരിചയമുണ്ട് മക്കയിൽ. ഇന്നീ ലഅരിഫുല്ലാൻ, ഇപ്പോഴും ഞാൻ അതിനെ അറിയുന്നുണ്ട്, ഇപ്പോഴും എനിക്കതിനെ അറിയാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത്ഭുതങ്ങൾ അതാ നബിയാകുന്നതിന്റെ മുമ്പും അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അള്ളാന്റെ പ്രത്യേകമായ കാവലുണ്ടാവുകയാണ്.
അങ്ങനെ ലോകത്ത് ജനിച്ച നാള് തൊട്ട് അതാ ഈ ലോകത്തോട് വിട പറയുന്നത് വരെ പരിശുദ്ധമായ ജീവിതം നയിച്ച ലോകത്തിന് മുഴുവൻ മാതൃകയാകാൻ മാത്രം എല്ലാ നിലക്കും ഉന്നതമായ നിലവാരം പുലർത്തിയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തുള്ള ഏറ്റവും വലിയ പ്രശസ്തി എത്രയാണ്? അത് പറഞ്ഞാൽ തീരില്ലല്ലോ. ഇനി നാളെ പരലോകത്തോ അത്യുന്നതമായ പദവിയല്ലേ നേതാവിനുള്ളത്? അവിടുന്ന് തന്നെ പറയുന്നു, അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ ആദം മക്കളുടെ മുഴുവനും സർവ മനുഷ്യരുടെയും നേതാവാണ് ഞാൻ, സർവ മനുഷ്യരുടെയും നേതാവാണ് ഞാൻ. വഅവ്വലു മൻ യൻശഖു അൻഹുൽ ഖബ്റു. ഖബറിൽ നിന്ന് പൊട്ടിപ്പിളർന്നിട്ട് മഹ്ശറിലേക്ക് ജനങ്ങളെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസത്തിൽ ഒന്നാമതായി എഴുന്നേൽപ്പിക്കപ്പെടുക എന്നെയായിരിക്കും. മഹ്ശറിലേക്ക് ജനകോടികൾ ഖബർ പിളർന്നിട്ട് എഴുന്നേറ്റ് പോകുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറാണ് ആദ്യം പിളരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും ആദ്യമായി മഹ്ശറിലേക്ക് നീങ്ങുക. വഅവ്വലു ശാഫിഇൻ. അല്ലാഹുവിന്റെ മുമ്പിലതാ പടച്ച റബ്ബിന്റെ അനുവാദം കിട്ടുന്ന നേരത്ത് സൃഷ്ടികൾക്ക് വേണ്ടി റബ്ബിനോട് റബ്ബിന്റെ അനുവാദ പ്രകാരം ശുപാർശ പറയുന്ന ഒന്നാമത്തെ നേതാവ് ഞാൻ തന്നെ. വഅവ്വലു മുശഫഇൻ. ശുപാർശ സ്വീകരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലെ ആദ്യത്തെയാളും ഞാൻ തന്നെയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പരലോകത്തെത്തുമ്പോ അതാ റബ്ബിന്റെ കോടതിയിലേക്ക് നീങ്ങിയിട്ട് പടച്ച റബ്ബുന തമ്പുരാൻ ഒരുക്കിയിട്ടുള്ള സ്വർഗീയമായ സുഖ സൗകര്യങ്ങൾ നേടാൻ വേണ്ടി വിശ്വാസികൾ കാത്തിരിക്കുന്ന നേരത്ത്, അമ്പിയാക്കൾ കാത്തിരിക്കുന്ന നേരത്ത്, ഔലിയാക്കൾ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങൾ കാത്തിരിക്കുന്ന നേരത്ത് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പവർ കണ്ടോ. ആതി യൗമൽ ജാതി ബാബൽ ജന്ന. ആദ്യമായി കണ്ടോ അള്ളാന്റെ റസൂലിന് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ്. ആതി ബാബൽ ജന്നതി യൗമൽ ഖിയാമ. അന്ത്യനാളിൽ സ്വർഗത്തിന്റെ വാതിൽക്കൽ ഞാൻ ചെന്നു നിൽക്കും. സ്വർഗത്തിന്റെ വാതിൽക്കൽ ഞാൻ ചെന്നു നിൽക്കും അന്ത്യനാളിൽ. ഫാസ്തഫ്തിഹു. അത് തുറക്കാൻ വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. ആ വാതിൽ ഞാൻ മുട്ടുകയാണ്. ഫയഖൂലുൽ ഖാസിനു. അപ്പോൾ ആ സ്വർഗത്തിന്റെ കാവൽക്കാരൻ ചോദിക്കുകയാണ്, മൻ അൻത. താങ്കൾ ആരാണ്? താങ്കൾ ആരാണെന്ന് ചോദിക്കുമ്പോ ഫഖൂലു മുഹമ്മദ്. ഞാൻ മുഹമ്മദാണെന്ന് മറുപടി പറയും. ഫയഖൂലു. അപ്പോൾ അതാ മലക്കിന്റെ മറുപടി വരുന്നു, ബിക ഉമിർതു. താങ്കളെ കൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ലാ അഫ്തഹു ലി അഹദിൻ ഖബ്ലക. അങ്ങയുടെ മുമ്പ് ഒരാൾക്കും ഈ സ്വർഗം തുറന്നു കൊടുക്കേണ്ടതില്ല എന്ന് എനിക്ക് ഓർഡറുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് തഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതാ സ്വർഗത്തിന്റെ കവാടം ആദ്യമായി മലർക്കെ തുറന്നു കൊടുക്കുന്നു. ആദ്യമായി സ്വർഗലോകത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് മഹ്ശറിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വങ്ങൾ അത് പറഞ്ഞാൽ തീരുന്നതല്ല, അത് പറഞ്ഞാൽ അവസാനിക്കുന്നതല്ല. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചിലരൊക്കെ തോന്നുകയാണ്, അല്ലയോ മുജാഹിദുകളെ, നിങ്ങൾക്ക് എന്നാണ് ഈ റസൂലുള്ളാഹിനോട് ഈ സ്നേഹം തുടങ്ങിയത്? നിങ്ങൾക്ക് എന്നാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ നേതാവായി തീർന്നത്? നിങ്ങൾ ആ റസൂലുള്ളാഹിനെ പരിഹസിക്കുന്നവരല്ലേ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കേവലം സാധാരണക്കാരിൽ സാധാരണക്കാരനാണെന്നും ഒരു പ്രത്യേകതയുമില്ലാത്ത കേവലം മുഹമ്മദാണെന്നും മുഴ്സത്തുകളില്ലാത്തയാളാണെന്നും കറാമത്തുകളില്ല എന്നും ഒരു പ്രത്യേകതയുമില്ല എന്നും അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ പാടില്ലെന്നും അവിടുത്തെ പേരിൽ ഒന്നും പ്രത്യേകമായി മദ്ഹ് പറയാൻ പാടില്ലെന്നുമൊക്കെ പറയുന്ന കക്ഷികളല്ലേ? നിങ്ങൾക്ക് എന്നാണ് ഈ സ്നേഹം തുടങ്ങിയതെന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാകും. അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം നിഷ്കളങ്കരായ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഏതോ
ചില ആളുകൾ മുമ്പ് ചില വിഷം കുത്തിവെച്ചത് കൊണ്ടാണ് അവർക്ക് ആ സംശയം വന്നത്. അവരുടെ കൽബുകളിലേക്ക് പണ്ട് ചില വിഷം കുത്തിവെച്ചതാണ്. എന്താണ് അവര് പഠിപ്പിച്ചത്? അതാ മുജാഹിദിന്റെ പ്രസംഗം കേട്ടു പോകണ്ട, അവരുടെ പള്ളിയിലേക്ക് പോകണ്ട, അവരുടെ ഒന്നും ശ്രവിക്കണ്ട. കാരണം അവർക്കൊരു അള്ള മാത്രമേയുള്ളൂ, അവർക്കൊരു അള്ള മാത്രമേയുള്ളൂ. അവർക്ക് റസൂലുള്ളാഹിയിൽ വിശ്വാസമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവർ ആദരിക്കാത്തവരാണ്, ബഹുമാനിക്കാത്തവരാണ്, സ്നേഹിക്കാത്തവരാണ്, സ്വലാത്തില്ലാത്ത കൂട്ടരാണ്. അവിടുത്തെ ഒരിക്കലും ആദരിക്കാത്ത വർഗമാണ്, അവിടുത്തെ മദ്ഹ് പറയാത്ത വിഭാഗമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതാ ചില ആളുകൾ, ചില നിഷ്കളങ്കരുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചതാണ് കാരണം. അങ്ങനെ ആരെങ്കിലും വിഷമേറ്റ ആളുകൾ, ഏതെങ്കിലും സഹോദരന്മാർ സഹോദരിമാർ ഈ ഉള്ളവന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾക്കറിയില്ലേ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ അവിടുത്തെ ചരിത്രം? ആ ചരിത്രത്തിൽ പറയപ്പെടുന്ന ഒരു റിപ്പോർട്ടില്ലേ, അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊല്ലാൻ വേണ്ടി അതാ ഉറയിൽ നിന്ന് ഉരിപ്പിടിച്ച വാളുമായി പുറപ്പെട്ടയാളാണ് ഉമർ റളിയല്ലാഹു അൻഹു. എന്തേ കാരണം? അബൂജഹലിന്റെ വഅള് കേട്ടതാണ്. അബൂജഹലും അബൂലഹബും ഒക്കെ അങ്ങനെയാ പണ്ട് വിഷം കയറ്റിയത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചിത്രം വേറെയാണ്. കണ്ടോ, നമ്മുടെ കാക്കകാരണവന്മാരെ അതാ ബഹുമാനിച്ചു വരുന്ന ലാത്ത ഉസ്സ മനാത്തമാരെ ചീത്ത വിളിക്കുന്നയാളാണ് മുഹമ്മദ്, നാട്ടിൽ ഭിന്നിപ്പിക്കുന്നയാളാണ് മുഹമ്മദ്, നാടിന്റെ സ്വസ്ഥത കെടുത്തുന്നയാളാണ് മുഹമ്മദ് തുടങ്ങി ഒട്ടേറെ ആരോപണങ്ങൾ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേരെ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു അവിടെയുള്ള മുശ്രിക്കുകൾ, അവിടെയുണ്ടായിരുന്ന ശത്രുക്കൾ. അതും കേട്ട് പഠിച്ചിട്ടല്ലേ ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലാൻ വരുന്നത്. പക്ഷേ വഴിക്ക വെച്ച ചരിത്രത്തിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കാണാം. ത്വഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ എന്ന് തുടങ്ങിയ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് അവസരം കിട്ടിയത്രേ. ആ സന്ദർഭത്തിലതാ ഉമർ റളിയല്ലാഹു അൻഹുവിന് ബോധ്യമാകുന്നു, ഇതുവരെ ഞാൻ കേട്ടതൊന്നും ശരിയല്ലല്ലോ, ഇതുവരെ എന്നെ പഠിപ്പിച്ചതൊന്നും ശരിയല്ലല്ലോ, ഇതുവരെ ഞാൻ മനസ്സിലാക്കിയതൊന്നും ശരിയല്ലല്ലോ. ഇത് നേതാവ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലേ? എന്തിനാ ഞാനിത് സൂചിപ്പിച്ചത്? ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് റസൂലുള്ളാഹിനെ കേട്ട പലരും റസൂലുള്ളാഹിനോട് എതിർത്തിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ വായിൽ നിന്ന് ദീന് കേട്ടപ്പോ അവർ ഇസ്ലാമിനെ സ്നേഹിച്ചവരാണ്, ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന്റെ മുമ്പിൽ പകർന്നു തന്ന ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ ഒരു വെട്ടിച്ചുരുക്കലുകളുമില്ലാതെ കൂട്ടിച്ചേർക്കലുകളില്ലാതെ കൃത്യമായി തന്നെ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സലഫി പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് മോശപ്പെട്ട വല്ലതും കേട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്തിക്കോ. അത് ദുഷ്പ്രചരണം നടത്തുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമ്മെപ്പോലെ ഒരു പ്രത്യേകതയുമില്ലാത്ത സാധാരണക്കാരനാണെന്ന് ഒരാളും പറയുന്നില്ല. അവിടുത്തെ മുഅ്ജിസത്തുകളെ നിഷേധിക്കുന്നില്ല, അവിടുത്തെ മഹത്വങ്ങളെ കളങ്കപ്പെടുത്തുന്നില്ല, അവിടുത്തെ ഏതെങ്കിലും സ്ഥാനത്തെ കുറച്ച് കാണിക്കുന്നില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദ്ഹുകൾ അത് പറഞ്ഞാൽ തീരില്ലല്ലോ. അവിടുത്തെ മഹത്വം എത്രയാണെന്ന് വിശദീകരിക്കാൻ നമുക്ക് സാധ്യമല്ലല്ലോ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എന്ന പേരും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പഠിപ്പിച്ച ആദർശത്തിനെതിരെ ഒരുപാട് ആളുകൾ പലതും എഴുതുന്നുണ്ട്, പലരും പലതും പ്രസംഗിക്കുന്നുണ്ട്. അത് മുജാഹിദുകൾ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല. അതെന്താണെന്ന് ഇൻഷാ അല്ലാഹ് ഈ സംസാരം തീരുന്നതിന്റെ മുമ്പേ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് പറയണം.
അത് രണ്ടും നിങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കി എടുക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ സമുദായത്തോടുള്ള സ്നേഹം എത്രയായിരുന്നു. അവിടുന്ന് പറഞ്ഞതെന്താണ്? ജനങ്ങളെ, എന്നെപ്പറ്റി ഞാൻ നിങ്ങളോട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഏതുപോലെയാണ്? അതാ, ഒരാളൊരു സ്ഥലത്തൊരു തീ കത്തിച്ചു. തീ കത്തിച്ചപ്പോൾ ആ തീയിലേക്കതാ എല്ലാ ഭാഗത്തു നിന്നും ഈയാമ്പാറ്റകളും പ്രാണികളുമൊക്കെ പാറി പാറി അടുത്തു വരുമ്പോ ഒരു മനുഷ്യൻ ആ തീയുടെ സമീപത്ത് നിന്നുകൊണ്ട് ആ പ്രാണികളെയും പാറ്റകളെയും ഒക്കെ ആ തീയിൽ ചാടാതിരിക്കാൻ വേണ്ടി ആട്ടിയകറ്റുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമ പറയുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റി തന്നെയാണ് അവിടുന്ന് ഉദാഹരണം പറയുന്നത്. എങ്കിൽ ജനങ്ങളെ, എൻ്റെ ഉപമ അതാണ്. അതാ, ജനങ്ങളിങ്ങനെ ശിർക്ക് ചെയ്തുകൊണ്ട്, ഹറാമ് പ്രവർത്തിച്ചുകൊണ്ട്, അനാചാരങ്ങൾ ചെയ്തുകൊണ്ട്, തോന്നിവാസങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അതാ കത്തിയാളുന്ന നരകത്തിയിലേക്ക് ഇങ്ങനെ വീഴാൻ പോകുമ്പോ ഞാനിതാ വളരെ സ്നേഹത്തോടുകൂടി ആ മനുഷ്യരുടെ അരക്കെട്ടിന് മുറുക്കി പിടിച്ചുകൊണ്ട് ഞാനിതാ അവരോട് പറയുന്നു, ഹലുമ്മ അനിന്നാർ, ഹലുമ്മ അനിന്നാർ. തീയാണ് മക്കളെ, വീണു പോകരുത്, കരിഞ്ഞു പോകും കേട്ടോ. ഈ പ്രവൃത്തി ചെയ്തു പോയാൽ നിങ്ങൾ നരകത്തിലേക്ക് പോകും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിയിലേക്ക് ആപതിക്കാൻ വേണ്ട വിശ്വാസങ്ങളും പ്രവൃത്തികളും ഒക്കെയായി നടക്കുന്ന മനുഷ്യരെ ഞാൻ അതിൽ നിന്ന് തടഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ കഴിയുന്നത്ര ഞാൻ അവരെ രക്ഷിക്കാൻ നോക്കുന്നു. പക്ഷേ പലരും എൻ്റെ പിടുത്തത്തിൽ നിന്ന് കുതറി മാറിയിട്ട് തീയിലേക്ക് തന്നെ വീഴുന്നല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മനോവേദന പറയുകയാണ്. ഞാൻ എത്ര ആത്മാർത്ഥതയോടുകൂടി ഈ ജനതയുടെ മുമ്പാകെ സത്യത്തിന്റെ സന്ദേശം പറയുമ്പോഴും അതൊക്കെ പലരും ഉൾക്കൊള്ളാതെ, എൻ്റെ വാക്കുകളെ സ്വീകരിക്കാതെ, അല്ലാഹുവിന്റെ സന്ദേശങ്ങളെ ഉൾക്കൊള്ളാതെ നരകത്തിയിലേക്ക് തന്നെ വീണു പോകുന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വേദന പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഈ സമുദായത്തിലെ ഒരൊറ്റ മെമ്പറും ഒരൊറ്റ ജീവിയും ഒരൊറ്റ മനുഷ്യനും നരകത്തിയിൽ വീഴരുതെന്ന് ഏറെ മോഹിച്ച, ഏറെ ആഗ്രഹിച്ച നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ. സർവലോകർക്കും അനുഗ്രഹമായിക്കൊണ്ട്, റഹ്മത്തായിക്കൊണ്ട്, കാരുണ്യമായിക്കൊണ്ട് റബ്ബ് നിയോഗിച്ച, അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അയച്ചു തന്നതാണല്ലോ. അതിലൂടെയല്ലേ ജനം സത്യം മനസ്സിലാക്കിക്കൊണ്ട് നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന്റെ മുമ്പാകെ ആ സത്യത്തിന്റെ സന്ദേശം അങ്ങ് പ്രചരിപ്പിച്ചു. അത് പ്രചരിപ്പിക്കുന്ന കാലത്ത് ഒട്ടേറെ മുഅ്ജിസത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങളും കൃത്യമായി തന്നെ രേഖപ്പെടുത്തപ്പെട്ട ഒട്ടേറെ ഗ്രന്ഥങ്ങളുണ്ട്. ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ അല്ലാഹുവിന്റെ സഹായമുണ്ടായില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സഹാബത്തിനും ഏറെ പ്രതിസന്ധി ഉണ്ടായ ഘട്ടങ്ങളിലൊക്കെ അല്ലാഹുവിന്റെ സഹായമുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ നിലക്കും അവിടുന്ന് പരിപൂർണനായിരുന്നു. അവിടുത്തെ ശരീരത്തിൽ ഒരു കോട്ടങ്ങൾ ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും രൂപത്തിൽ ജനങ്ങൾക്ക് വെറുപ്പുള്ള ഏതെങ്കിലും ഒരു രൂപമോ ഒരു നിറമോ അവിടുത്തെ ശരീരത്തിനില്ല. ആ നിലക്കുള്ള ഒരു സ്വഭാവമില്ല. അതല്ലേ ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നോക്കിക്കൊണ്ട്